കഴിഞ്ഞ ദിവസം UK നഴ്സസിൻ്റെ സാലറി വെച്ചിട്ട് ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്തപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന കുറച്ച് കമൻസിന് മറുപടിയായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഓസ്ട്രേലിയയിൽ സാലറി കൂടുതലായിരിക്കും, പക്ഷേ ജീവിത ചെലവ് ഭയങ്കര കൂടുതലെന്നാണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ വന്ന കമൻറ്റുകൾ. അപ്പോൾ UK ജീവിച്ച ഒരാളെന്ന നിലയിൽ അതിന് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. UK നിന്ന് ആരെങ്കിലും ഓസ്ട്രേലിയയിലേക്ക് വരാൻ വേണ്ടി റെഡിയാകുമ്പോൾ ഇവൻ ഞങ്ങൾ വരാൻ വേണ്ടി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ കേട്ട ഒരു സ്ഥിരം ഡയലോഗാണിത്. ഓസ്ട്രേലിയയിൽ ചിലവ് കൂടുതലാണ്, പക്ഷേ UK ഓസ്ട്രേലിയയിൽ ചിലവ് കുറവാണ്. അതിന് സിമ്പിൾ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫാസ്റ്റ് ഫുഡ് നെറ്റ്വർക്ക് മെക്ഡൊണാൾഡ്സ്, KFC, നന്ദൂസ്, ഇവരുടെ മെനു എടുത്ത് കമ്പയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ഒരു ബർഗറിന് പോലും ഏകദേശം ഡബിൾ പ്രൈസ് ഉണ്ട്. ഉദാഹരണത്തിന് ഒരു ചീസ് ബർഗർ, UK ഒരു ചീസ് ബർഗറിന്റെ പ്രൈസും ഓസ്ട്രേലിയയിലൊരു ചീസ് ബർഗറിന്റെ പ്രൈസും എടുത്ത് കമ്പയർ ചെയ്യും. അല്ലാതെ തന്നെ നമ്മൾ സാധാരണ വാങ്ങുന്ന ഫർണിച്ചർ, വീട്ടിനാവശ്യമായിട്ടുള്ള ഹോം അപ്ലയൻസസിൻ്റെയൊക്കെ പ്രൈസ് നോക്കുമ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. UK ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിത ചെലവ് UK കൂടുതലായതുകൊണ്ട് നമ്മൾ ഒരു ഇമിഗ്രൻ്റ് ആയിട്ട് ആദ്യം UK പോകുമ്പോൾ അവിടുത്തെ മലയാളികളെടുത്ത് നമുക്ക് കുറച്ച് ഫർണിച്ചർ വാങ്ങണം, ടേബിൾ വാങ്ങണം, ചെയർ വാങ്ങണം, ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അവർ നമുക്ക് അഡ്വൈസ് ചെയ്യുന്ന എന്തോ അറിയാം. നിങ്ങൾ കുറച്ച് വിലക്കുറവുള്ള സാധനം വേണമെങ്കിൽ നിങ്ങൾ സാൽവേഷൻ ആർമി പോയാൽ മതി. സാൽവേഷൻ ആർമി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ഇത് ചാരിറ്റി ഷോപ്പാണ്. സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വളരെ വില കുറച്ച് അവിടുത്തെ ബ്രിട്ടീഷുകാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ നമ്മൾ ആവശ്യമുള്ള ആൾക്കാർക്ക് പോയി ചെറിയൊരു പൈസയ്ക്ക് വാങ്ങാം. പിന്നെ കുറച്ചുകൂടെ നല്ല വേണമെങ്കിൽ ഇതിനേക്കാളും വേറൊരു ചാരിറ്റി ഷോപ്പുണ്ട്, ബ്രിട്ടീഷ് ആർട്ട് ഫൗണ്ടേഷൻ. അതേസമയം ഓസ്ട്രേലിയയിൽ വന്നാലോ ഇവിടെ അങ്ങനെ ആരും സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇവിടെ എല്ലാം നമ്മുടെ നാട്ടിലെ പോലെ വലിയ വലിയ ഫർണിച്ചർ ഷോറൂംസും അതിന് ഓരോന്നിനും വലിയ വലിയ മാസീവ് ഷോറൂംസാണ്. ഇപ്പം ഫർണിച്ചർ വാങ്ങാനാണെങ്കിൽ അതിൻ്റെ വലിയ ഷോറൂം, പിന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഡ്രയർ, അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങാനാണെങ്കിൽ ഹാർവേ നോർമൻ, ഗുഡ് ഗായ്സ്, ഇങ്ങനത്തെ വലിയ മാസീവ് ഷോറൂംസാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ അവിടെ സെക്കൻഡ് ഹാൻഡ് സാധനം വാങ്ങുന്ന കാശിന് ഇവിടെ പുതിയ സാധനം കിട്ടും. അതുകൊണ്ടാണ് ആരും UK നിന്ന് വരുമ്പോൾ അവിടെ നിന്നുള്ള ഒരു സാധനവും കൊറിയർ പോലും ചെയ്യാൻ പാടില്ല, എല്ലാം അവിടെ കളഞ്ഞിട്ട് വരിക. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള കമന്റ് സോഷ്യൽ മീഡിയ കാണുന്നതാണ്. ഓസ്ട്രേലിയയിൽ ചിലവ് കൂടുതലാണ്. ഓസ്ട്രേലിയ UK അത്ര ചിലവ് കൂടിയ ഒരു രാജ്യം എൻ്റെ അഭിപ്രായത്തിൽ വേറെ ഇല്ല. കാരണം ന്യൂസിലൻഡിൽ പോലും UK ചിലവ് കുറവാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ UK ഇത്രയും വലിയ ഇമിഗ്രന്റ് പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് അവർ ഇങ്ങനെ ഒരു മിത്താണിത്. UK ചിലവ് കുറവാണ്. UK എന്തിനാണ് ചിലവ് കുറവ്? UK കാറിനൊരു ടയർ മാറാൻ നമ്മൾ ആരുടെടുത്തെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ നമ്മുടെ മലയാളികൾ ചില ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന, ഞാൻ 90% ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇവര് സെക്കൻഡ് ഹാൻഡ് ടയർ വാങ്ങിയിടും. സെക്കൻഡ് ഹാൻഡ് ടയർ എന്ന് പറയുമ്പം UK സെക്കൻഡ് ഹാൻഡ് ടയറിന്റെ കടകളുണ്ട്. ലോകത്ത് എവിടെയെങ്കിലും നമ്മൾ കാറിന് സെക്കൻഡ് ഹാൻഡ് ടയർ വാങ്ങിയിടുക? ഇവൻ ഇന്ത്യയിൽ പോലും അങ്ങനത്തെ സിസ്റ്റം ഇല്ല. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഈ ഓട്ടോറിക്ഷയ്ക്കും വലിയ ട്രക്കിനും ഒക്കെ റീത്രെഡ് ചെയ്ത് അവർ ടയർ ഇടുന്നത് അങ്ങനത്തെ കടകളുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. പക്ഷെ കാറ്, ബൈക്ക്, ഇതിനൊന്നും ആരും സെക്കൻഡ് ഹാൻഡ് ഇന്ത്യയിൽ പോലും ഒരു ദിവസം 1000 രൂപ കൂലി പണി ചെയ്യുന്ന ഒരാൾ പോലും അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. പക്ഷെ UK UK യൂസ്ഡ് ടയർ ഷോപ്സ് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെ UK ചെലവെന്ന് പറയുമ്പോൾ എല്ലാ രാജ്യങ്ങൾക്കാളും UK വളരെ വളരെ എക്സ്പെൻസീവാണ്. പിന്നെ UK ഇപ്പോൾ സ്റ്റുഡൻസ് ആയിട്ട് പോകുന്നവർ, അല്ലെങ്കിൽ
ഇനിഷ്യലി ഇമിഗ്രൻസ് ആയിട്ട് പോകുന്നവരൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം. ഇപ്പോഴും 2-3 ഫാമിലി ഒരുമിച്ച് ഒരു വീട്ടിൽ ഓരോ റൂമിൽ ഓരോ ഫാമിലി അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാമിന് വന്ന കമൻസിനൊരു മറുപടിയാണ്. ഇനി അതിൻ്റെ ഡീറ്റെയിൽഡ് തെളിവ് സഹിതം ഇടണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ അവിടുത്തെ പ്രൈസ് കമ്പാരിസൺ ഇവിടുത്തെ പ്രൈസ് കമ്പാരിസൺ വിത്ത് പ്രൈസ് ഞാൻ വീഡിയോ ഇടും. ഓക്കെ, നിങ്ങൾക്ക് UK-യുടെയും ഓസ്ട്രേലിയയുടെയും റിയൽ കമ്പാരിസൺ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇനി അങ്ങോട്ട് ഇവിടുത്തെ അവിടുത്തെ കുറേ റിയൽ കമ്പാരിസൺ വീഡിയോ ഇടാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ ഒന്നും അറിയാതെ ഒരുപാട് ആൾക്കാർ സ്റ്റുഡൻറ് വിസയിലൊക്കെ കയറിപ്പോയി കഷ്ടപ്പെട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥകൾ ഈ കഴിഞ്ഞ 2-3 വർഷത്തിൽ എൻ്റെ പേഴ്സണലി അറിയാം. അപ്പോൾ ആരും അങ്ങനെ ഒരു റിയൽ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോയാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഫോളോ ചെയ്യുക. അപ്പോൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.